ആറൂര് ദേശീയപാതയിൽ കുതിച്ചു പായാമെന്ന് ഇനി ആരും കരുതണ്ട. കേരളത്തിൽ ഭൂരിഭാഗം ഇടങ്ങളിലും സ്പീഡ് 80 km/h ആണ്. അനുവദനീയമായ ചില മേഖലകളിൽ മാത്രമാണ് 100 km/h വേഗതയുള്ളത്. പുതിയ ആറുവരി ദേശീയപാതയിൽ കേരളത്തിൽ ഭൂരിഭാഗം ഇടങ്ങളിലും പരമാവധി വേഗം മണിക്കൂറിൽ 80 km മാത്രം. അനുവദനീയമായ ചില മേഖലകളിൽ മാത്രം പരമാവധി വേഗം 100 km ആക്കിയിട്ടുണ്ട്. തിരുനാവായിയിലെ PN കൃഷ്ണകുമാറിന് വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടിയിലാണ് ദേശീയപാത അതോറിറ്റി ഇക്കാര്യം വ്യക്തമാക്കിയത്. സർവീസ് റോഡുകൾ 2-വേകളാണെങ്കിലും ഇതിൽ മാറ്റം വരുത്താൻ ദേശീയ ഗതാഗത അധികൃതർക്ക് അനുമതിയുണ്ടെന്ന് അതോറിറ്റി പറയുന്നു. ആറുവരി പാതയിൽ പരമാവധി വേഗം മണിക്കൂറിൽ 100 km ആണെന്നാണ് ഭൂരിഭാഗം ആളുകളും കരുതിയിരിക്കുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ 100 km വേഗത്തിൽ സഞ്ചരിക്കാൻ അനുമതിയില്ല. നിലവിൽ പരമാവധി വേഗം മണിക്കൂറിൽ 80 km നിജപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം എൻട്രി എക്സിറ്റ് പോയിന്റുകളിൽ പരമാവധി വേഗം 50 km ആണ്. ദേശീയപാതയിൽ പ്രവേശനം നിരോധിച്ചിട്ടുള്ള വാഹനങ്ങളുടെ കാര്യത്തിലും കൃത്യമായ നിരീക്ഷണമുണ്ടാകും. ഇരുചക്ര വാഹനങ്ങൾ, ഓട്ടോറിക്ഷ, ട്രാക്ടർ എന്നിവയ്ക്കാണ് പൊതുപാതയിലൂടെ സഞ്ചാരം വിലക്കിയിരിക്കുന്നത്. സർവീസ് റോഡുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇത്തരം വാഹനങ്ങളും കാൽനടക്കാരും ആറുവരിപ്പാത ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ റോഡ് മുറിച്ചു കടക്കരുത് എന്നും അധികൃതർ വ്യക്തമാക്കുന്നു. പുതിയ പാതയിലെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി പലയിടങ്ങളിലും ഇതിനോടകം തന്നെ CCTV ക്യാമറകൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ടോൾ പിരിവ് ആരംഭിക്കുന്നതോടെ ക്യാമറ കണ്ണിൽപ്പെടുന്ന നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തി തുടങ്ങും. ദേശീയപാതയിലൂടെ തോന്നിയ പോലെ വാഹനമോടിക്കുമ്പോൾ മാത്രമല്ല ക്യാമറയിൽ കുടുങ്ങുക. 3 മിനിറ്റിൽ കൂടുതൽ വാഹനം പാതയിൽ എവിടെയെങ്കിലും നിർത്തിയിട്ടാലും ക്യാമറയിൽ കുടുങ്ങും. അമിതവേഗം, ട്രാക്ക് തെറ്റിയോടിക്കൽ, സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് തുടങ്ങിയവയെല്ലാം ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കും. വാഹനങ്ങളുടെ അമിതവേഗം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ക്യാമറകൾ കൂടാതെ 2 തരം ക്യാമറകൾ കൂടി ദേശീയപാതയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. എക്സിറ്റ് പോയിന്റിലൂടെ ആറുവരിപ്പാതയിലേക്ക് വാഹനങ്ങൾ കടക്കുന്നതും എൻട്രി പോയിന്റിലൂടെ വാഹനങ്ങൾ പുറത്തു കടക്കുന്നതും പിടികൂടാൻ പ്രത്യേക ക്യാമറകളുമുണ്ട്. വെഹിക്കിൾ ഇൻസിഡന്റ് ഡിറ്റക്ഷൻ സിസ്റ്റം ക്യാമറകളാണിവ. എക്സിറ്റ് എൻട്രി പോയിന്റുകളിലായാണ് ഇവ സ്ഥാപിച്ചിട്ടുള്ളത്. അപകടങ്ങൾ സംഭവിച്ചാലും ദിശ മാറി വാഹനങ്ങൾ ഓടിച്ചാലും കൺട്രോൾ റൂമിൽ ദൃശ്യങ്ങളെത്തുക ഈ ക്യാമറകളിലൂടെയാണ്. പ്രവേശനാനുമതിയില്ലാത്ത വാഹനങ്ങൾ പാതയിലേക്ക് കടന്നാലും ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിയും. 360 ഡിഗ്രി തിരിയാൻ കഴിയുന്ന PTZ അഥവാ പാൻ ടിൽ സൂം ക്യാമറകളാണ് മറ്റൊരു പ്രത്യേകത. വാഹനങ്ങളുടെ പാർക്കിംഗ്, റോഡ് മുറിച്ചു കടക്കൽ എന്നിവ ഈ ക്യാമറ വഴി നിരീക്ഷിക്കും. നിലവിൽ പരമാവധി വേഗം മണിക്കൂറിൽ 80 km നിജപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം എൻട്രി എക്സിറ്റ് പോയിന്റുകളിൽ പരമാവധി വേഗത 50 km/h ആണ്. മനീഷാമി, ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.